ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫോൺ എടുക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പണി കിട്ടാതിരിക്കാൻ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ആദ്യം നമ്മൾ ഫോണിൽ വാറണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുക. ഇനി അഥവാ ഫോണിൽ വാറണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ബില്ലും ചെക്ക് ചെയ്യണം, ബോക്സും ചെക്ക് ചെയ്യണം. ബില്ലിൽ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൻ്റെ IMEI നമ്പർ തന്നെയല്ലേ ബില്ലിലും ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ബില്ല് നോക്കിയാൽ കാണും, ഫോണിൻ്റെ പേര് ഇതിൻ്റെ താഴെ ജസ്റ്റ് അതിൻ്റെ IMEI നമ്പറും കൊടുത്തിട്ടുണ്ടാവും. ആ IMEI നമ്പറും ഫോണത്തെ IMEI നമ്പറും സെയിം അല്ലേ നോക്കണം. ഫോണത്തെ IMEI നമ്പർ എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് *#06# എന്ന് ഡയൽ ചെയ്താൽ ഫോണിൻ്റെ IMEI നമ്പർ വരും. അത് രണ്ടും സെയിം അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ബോക്സിൽ IMEI നമ്പറും ചെക്ക് ചെയ്യുക. ബോക്സിൽ IMEI നമ്പർ എങ്ങനെ ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ബോക്സിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടാവും IMEI 1 IMEI 2 എന്നുള്ളത്. അത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിന് ശേഷം ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോൺ റിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇനി അഥവാ വാറണ്ടിയിലാണെങ്കിൽ ഫോൺ റിപ്പയർ ചെയ്തത് സർവീസ് സെൻറ്ററിൽ തന്നെയല്ലേ എന്ന് ചോദിക്കണം. സർവീസ് സെൻറ്ററിൽ നിന്നല്ല, പുറത്തുനിന്നാണ് റിപ്പയർ ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഫോണിന് വാറണ്ടി ഒന്നും കിട്ടില്ല. ഈ ഫോൺ റിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് നമ്മൾ ആ ഫോണിൻ്റെ സ്ക്രൂ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ഫോൺ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ സ്ക്രൂ നോക്കിയാൽ നമുക്ക് കാണാം ബ്ലാക്ക് കളർ സ്ക്രൂ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ പൊതുവേ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിക്കുകയാണെങ്കിൽ ഇവിടെ മുകളിലുള്ള ബ്ലാക്ക് കോട്ടിങ് പോയിട്ട് ഒരു വൈറ്റ് കളർ അവിടെ ആയിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഫോൺ റിപ്പയർ ചെയ്തതാണെന്ന് മനസ്സിലാക്കാം. ഇനി ഡിസ്പ്ലേ മാറ്റിയതാണോ എന്നും കൂടി നമ്മൾ ചോദിക്കണം. ഇനി അഥവാ ഡിസ്പ്ലേ മാറ്റിയതാണെങ്കിൽ ഒറിജിനൽ ആണോ എന്ന് പ്രത്യേകം ചോദിക്കണം. ഒറിജിനൽ അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒറിജിനൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ സാധാരണ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് നമുക്ക് കിട്ടില്ല ഡിസ്പ്ലേയിൽ. പിന്നെ കുറേ കാലം ഡിസ്പ്ലേ നിൽക്കാനും ചാൻസ് ഇല്ല. പിന്നെ വേറൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോണൊക്കെ നോക്കിയാൽ കാണാം ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് ഒക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ ചില ഫോൺ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ അടിയിൽ നിന്ന് എന്തോ ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നും. അതായത് ഈ ഒരു ഭാഗത്ത് ബ്രൈറ്റ്നസ് കൂടുതലും ഇങ്ങോട്ട് മുകളിലോട്ടൊക്കെ വരുമ്പം ബ്രൈറ്റ്നസ് കുറവുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഫോണുകൾ ഡിസ്പ്ലേ മാറ്റിയതാവാനാണ് ചാൻസ്. ഇനി നിങ്ങളൊരു സാംസങ് ഫോണാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാംസങ് ഫോണിൽ നമുക്കൊരു സീക്രട്ട് കോഡുണ്ട്. നമ്മൾ ഡയലർ എടുത്തിട്ട് *#0* ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് ഏകദേശം ഫീച്ചേഴ്സ് എല്ലാം ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ മെയിൻ പറയുന്നത് ടച്ച് ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സിങ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ ഫുൾ വൈറ്റുള്ള ബ്ലോക്ക് ഫുൾ ഗ്രീൻ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് അങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള ഫീച്ചേഴ്സും ഒക്കെ നമുക്കിതിൽ ചെക്ക് ചെയ്യാം. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാക്കിയുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി സാംസങ് അല്ല വേറെ ഏതെങ്കിലും ഫോണാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് അതിൽ ചിലപ്പം വർക്കായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. ടെസ്റ്റ് യുവർ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ടെസ്റ്റ് യുവർ ആൻഡ്രോയിഡ് തുറന്നാൽ നമുക്ക് അതിലും കുറേ ഫീച്ചേഴ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മളതിൽ മെയിൻ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ടച്ച് സ്ക്രീൻ തന്നെയാണ്. ടച്ച് സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫുള്ളൊന്ന് വരച്ച് നോക്കുക, എവിടെയെങ്കിലും മിസ്സിങ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഫുൾ വരച്ചിട്ട് മുകളിൽ നിന്ന് മുതൽ താഴത്തേക്ക് വരെ ഒന്ന് വരച്ച് നോക്കുക ഫുള്ള്. നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സും ഇതിൽ ടെസ്റ്റ് ചെയ്യാം. എന്നാലും ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് പേഴ്സണലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത് ഇതിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാറ്ററി പെർഫോമൻസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ ബാറ്ററി ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ബാറ്ററി ഒന്ന് ഫോൺ തുറന്നിട്ട് എടുത്ത് നോക്കുക, എന്നിട്ട് ബാറ്ററി ഒന്ന് ഊരി നോക്കുക. അങ്ങനെയെങ്കിൽ ബാറ്ററി ഊരി നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഇത് ബാറ്ററി തടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ബാറ്ററി ലീക്ക് ആയിട്ടുണ്ട്, ബാറ്ററി നല്ല കണ്ടീഷനിലല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഫോൺ എടുക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ പൈസ കുറച്ചിട്ട് മേടിക്കുക. ഇനി അതല്ല, ചില ഫോണുകളിൽ റിമൂവ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയാണുള്ളത്. അങ്ങനത്തെ ബാറ്ററി ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോണിൻ്റെ ബാറ്ററി നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യുക.
ഇപ്പോൾ ഇതിലുള്ളത് 19% ബാറ്ററിയാണ്. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം അത് പിന്നെയും സ്വിച്ച് ഓൺ ആക്കി നോക്കുക. സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം അതിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിലൊരു 4-5% കൂടുതൽ ബാറ്ററി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് എടുക്കാതിരിക്കുന്ന നല്ലത്. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാൻഡ് ബൈയിൽ ഇട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഫോൺ ഒരു 5-10 മിനിറ്റിന് വെക്കുക. എന്നിട്ട് ഫോണിൽ ബാറ്ററി എത്ര കുറയുന്നുണ്ട് നോക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ 4-5% കുറയുന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് അർത്ഥം. പിന്നെ വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ എടുക്കുക. ക്യാമറ എടുത്തിട്ട് അതിൽ ഈ ഒരു ക്യാമറ ഞെക്കി പിടിക്കുക. ഞെക്കി പിടിച്ചാൽ സാധാരണ ബേസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡിലോട്ടാണ് പോവുക. അതായത് കുറേ ഫോട്ടോസ് ഒരേ സമയം എടുക്കും. അങ്ങനെ ആകുമ്പം അത്യാവശ്യം നല്ല ചാർജ് പോകും. അപ്പോൾ പൊതുവേ കുറച്ചൊക്കെ ചാർജ് പോകും. അങ്ങനെ കുറച്ച് ചാർജൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറേ അധികം ചാർജ് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ വേറൊരു ഉപകാരം കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മെമ്മറിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇങ്ങനെ ബേസ്റ്റ് മോഡിൽ പിടിച്ച് വെക്കുമ്പോൾ കുറേ ഫോട്ടോസ് സേവ് ആവും. അപ്പോൾ മെമ്മറി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആയപ്പോൾ 18% കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഒന്നുമില്ല എന്ന് മനസ്സിലായി. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോൺ കറക്റ്റ് ചാർജ് ആവുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഫോൺ ചാർജ് ആവുന്നില്ലേ, പിന്നെ ചാർജറിന് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചാർജ് ചെയ്ത് നോക്കണം. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലുള്ള ബട്ടൺസ് എല്ലാം വർക്കിംഗ് അല്ലേ എന്ന് നോക്കണം. ഇത് ഞെക്കുമ്പോൾ സൗണ്ട് കൂടുന്നില്ലേ, കുറയുന്നില്ലേ, ഫോൺ ലോക്ക് ആവുന്നില്ലേ എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് തന്നെ നോക്കണം. അടുത്തത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്പീക്കേഴ്സാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്ത് നോക്കുക. ആ പാട്ട് പ്ലേ ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യുക. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇയർ പീസും മൈക്കുമാണ്. അതിന് നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് 5 മിനിറ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അവരോട് സംസാരിക്കുക. അവരോട് സംസാരിച്ചിട്ട് അവർക്ക് കേൾക്കുന്നുണ്ടോ നമുക്കും ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇയർ പീസും മൈക്കും എല്ലാം കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൾ ചെയ്യുമ്പോൾ ഡ്യുവൽ സിമ്മുള്ള ഫോണാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സിമ്മെന്നും കോൾ ചെയ്യണം, സെക്കൻഡ് സിമ്മെന്നും കോൾ ചെയ്യണം. 2 സിമ്മും ഒരുമിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുകയും വേണം. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ടുള്ള ഫോണാണെങ്കിൽ മെമ്മറി കൂടി ഇട്ട് നോക്കണം അത് വർക്കിംഗ് അല്ലേ എന്നുള്ളത്. പിന്നെ അടുത്തത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഓൺ ആക്കിയിട്ട് ഒരു 4-5 ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയും വേണം. പിന്നെ വീഡിയോ എടുത്തിട്ട് സേവ് ചെയ്യുകയും വേണം. ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുത്താൽ ചിലപ്പോൾ സേവ് ആവാത്ത പ്രശ്നം വരും. അങ്ങനെയെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മെമ്മറിയുടെ വല്ല കംപ്ലൈൻറ്റും ഉണ്ടെങ്കിൽ വീഡിയോ നമുക്കൊന്നും സേവ് ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം വരും. അങ്ങനെയെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ നോക്കേണ്ടത് വൈഫൈ, ബ്ലൂടൂത്ത്, GPS, ഹോട്ട്സ്പോട്ട് ഇതുപോലുള്ളതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ വൈഫൈ നമ്മുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് ആ ഫോണിൽ ഒന്ന് വൈഫൈ കണക്ട് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് വഴി എന്തെങ്കിലും സെൻഡ് ചെയ്ത് നോക്കണം. GPS ഓണാക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ആ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. അതെല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ എന്നുള്ളത് 1-2 സെൻസേഴ്സാണ് നമുക്ക് അത്യാവശ്യമുള്ളത്. അതായത് ഓട്ടോ ബ്രൈറ്റ്നസ്. ഇനിയിപ്പം ഫോണിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് ഓണും ഓഫും ആക്കി നോക്കുക. അപ്പം നമുക്ക് പൊതുവേ ഒരു ബ്രൈറ്റ്നസ് ചേഞ്ച് അനുഭവപ്പെടും. ഇപ്പോൾ ഞാൻ ഓഫാക്കിയാൽ ബ്രൈറ്റ്നസ് ഒന്ന് കുറഞ്ഞു. അങ്ങനെ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മുകളിൽ കൈവച്ചാൽ സാധാരണ രീതിയിൽ സ്ക്രീൻ ഓഫ് ആവും. അതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.